ഉദ്റ മുഖ്താബിൻ, ഗീബത്ത് പറയുന്നവൻ ഒരു ഉദ്ർ പറഞ്ഞാലും സ്വീകരിക്കരുത്. വഇൻ ഖാല സിദ്ഖൻ, അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും അംഗീകരിക്കരുത്. മനസ്സിലായില്ല? വേറെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വിഷയം ഒരാൾ പറഞ്ഞത് നേരാണെങ്കിലും അവനെ സ്വീകരിക്കരുത്. കേട്ടോ കേട്ടോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാ യുഖീമ ഉദ്ർ മുഖ്താബിൻ, ഒരു ഗീബത്ത് പറഞ്ഞത് ഉദ്ർ സ്വീകരിക്കരുത്. വഇൻ ഖാല ഹഖൻ, അവൻ പറഞ്ഞത് സത്യമാണെങ്കിലും. വലാ യുസായിദുഹു, അവനെ സഹായിക്കരുത്, അതായത് അവന്റെ സഹസിൽ ഇരുന്ന് കൊടുക്കരുത്. ഹദീസിന്റെ ഹബീബ് റസൂലുള്ളാഹി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് ദുആ ഇറന്നാൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. വൈകുന്നേരം വരെ 2, 3, 4 മണിക്കൂർ മറ്റൊരു മുസ്ലിം സംഘടനയോ മുസ്ലിമിനെയോ പരിധി വിട്ട് ഹുർമത്ത് പറിച്ചു ചെയ്യുന്ന വ്യക്തിപരമായ ഹത്യകളും ഫോൺ ചോർത്തലും തോന്നിയാസങ്ങളും ഇങ്ങനെ പറയാ. എന്നിട്ട് അവസാന ദുആ സമ്മേളനം, അതിലെന്ത് വേനയുള്ളത്? അത് അല്ലാഹു നാടകല്ലേ മനുഷ്യന്മാര്. ഇത് അള്ളാഹു സ്വീകരിക്കൂല എന്ന് മുത്ത് മുഹമ്മദ്. നിങ്ങളൊന്നും വിചാരിക്കരുത്, ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് സംഗതി നേരാണ്. അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയും, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറയും. എന്നാ തിരക്കിടില്ല, അങ്ങനെ ഹദീസ് ഉണ്ടാവില്ല. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്ഷേപിച്ച സ്ഥലത്ത് ദുആ ചെയ്ത ആ ദുആ അല്ലാഹു തആല, ആ സദസ്സിലെ ദുആ അല്ലാഹു തആല സ്വീകരിക്കൂല. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. 3 മണിക്കൂർ നേരം മറ്റൊരുത്തന്റെ മാന്യത പറിച്ചു ചീന്തുന്ന വിധത്തിൽ ഇങ്ങനെ അടുക്കളയുടെ ഉള്ളിൽ പോകുന്ന ജാതിയുള്ള തോന്നിയാസങ്ങൾ ക്ലിപ്പിംഗ് ആയി ഇങ്ങോട്ട് പ്രദർശിപ്പിച്ചിട്ട് അവസാനം ഒറ്റ ദുആ. എന്ത് മാന്യ, എന്റെ മാന്യ മനുഷ്യന്മാരെ, അത് അല്ലാഹു സ്വീകരിക്കൂല. ഹബീബായ മുഹമ്മദ് മുസ്തഫ